വെൽക്കം ടു ദ ക്ലാസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കമ്പനീസ് ആക്ടിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു സീരീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പനീസ് ആക്ട്, അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഫേമസ് ആയിട്ടുള്ള കേസ് ലോസ്, അങ്ങനെ ഒരു സീരീസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്താണ് കമ്പനി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പനീസ് ആക്ട് 2013 ആണ് ഇന്ന് ഇന്ത്യയിലെ കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു നിയമമുള്ളത്. ഇതിനു മുമ്പ് 2013 ആക്ട് വരുന്നതിന് മുമ്പ് 1956 കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. അത് റിപ്പീൽ ചെയ്തിട്ടാണ് 2013 കമ്പനീസ് ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനിയുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിൽ ഒരു ഫുൾ എൻറ്റയർ സീരീസിൽ നമ്മളത് മുഴുവൻ കവർ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് കമ്പനി എന്ന്. ഓക്കെ, അപ്പോൾ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 3(1). ഓക്കെ, സെക്ഷൻ 3(1) ആണ് കമ്പനി എന്നുള്ള വാക്കിനെ ഡിഫൈൻ ചെയ്യണത്. അതായത് അതിൽ പറയുന്നത് കമ്പനി ഈസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി അതർ പ്രീവിയസ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ 2013 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതോ അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1956 കമ്പനീസ് ആക്ടോ അതോ അതിനു മുമ്പുള്ള മറ്റേതെങ്കിലും കമ്പനീസ് ആക്ടോ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളെയും കമ്പനി എന്നുള്ള ഡെഫിനിഷനിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഈ ഡെഫിനിഷന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ എന്താണ് കമ്പനി എന്ന് നമുക്ക് മനസ്സിലാവണേ ഇല്ല അല്ലേ? എല്ലാ രജിസ്റ്റർ ചെയ്ത കമ്പനികളും കമ്പനികളാണ് എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു ഡെഫിനിഷനാണത്. അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് നമ്മൾ കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ് അത് മനസ്സിലാക്കാൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് LH ഹാനെ എന്ന് പറഞ്ഞ ഒരു ജൂറിസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ട് കമ്പനി, ദ ടേം കമ്പനി. ഓക്കെ, അപ്പോൾ ആ ഡെഫിനേഷനാണ് നമ്മൾ പൊതുവെ ഫോളോ ചെയ്യാറ്. അതെന്താണെന്ന് നോക്കാം. അദ്ദേഹം പറയണത് എന്താണെന്നറിയോ? അദ്ദേഹം പറയണത് കമ്പനി is an incorporated association being an artificial legal person. It has an independent corporate personality, having limited liability, perpetual succession, which can hold and dispose of property. Its shares are transferable. It has a common seal. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. അതായത് കുറച്ചൊരു ഗ്രൂപ്പ് ആൾക്കാർ ഒന്നിച്ചു വന്ന് അവർ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഒരു കമ്പനി ഉണ്ടാവുന്നത്. അതിപ്പോൾ 2 ആളാവാം, 7 ആളാവാം, അതിൽ കൂടുതൽ ആളുകളാവാം. പക്ഷെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒന്നിച്ചു വരികയും അവരൊരു രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കമ്പനി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം, എല്ലാ കമ്പനികളും രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ, ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, A എന്ന് പറയുന്ന ഒരാളും B എന്ന് പറയുന്ന ഒരാളും C എന്ന് പറയുന്ന ഒരാളും അങ്ങനെ 3 പേര് കൂടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനിക്ക് അവരൊരു പേരിട്ടിട്ടുണ്ടാവും. നമ്മളൊരു ഉദാഹരണത്തിന് പറയാം ABC കമ്പനി ലിമിറ്റഡ്, അതാണ് കമ്പനിയുടെ പേര്. അപ്പൊ ആ പേരിൽ ഇവർ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ABC എന്നീ ആളുകളെ അല്ല, മറിച്ച് ABC ലിമിറ്റഡ് എന്ന കമ്പനിയെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് മെമ്പർമാരോ പ്രൊമോട്ടർമാരോ ഡയറക്ടർമാരോ അല്ല കമ്പനി. കമ്പനി എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളാണ്. എങ്ങനെയുള്ള ആളാണ്? അതൊരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ഇപ്പൊ നമ്മൾക്കൊക്കെ ലീഗൽ പേഴ്സണാലിറ്റി ഉണ്ട്, പക്ഷെ അതേസമയം നമ്മളൊക്കെ നാച്ചുറൽ പേഴ്സൺസും ആണ്. അതായത് നമുക്ക് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ 18 വയസ്സായ എല്ലാവർക്കും, ഇപ്പോൾ നമ്മൾ അൺസൗണ്ട് മൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ സാധാരണ ഏതൊരാൾക്കും 18 വയസ്സ് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാം അല്ലേ?
അതുപോലെ നമുക്ക് നമ്മുടെ സ്വന്തം പേരിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റും, നമുക്ക് പ്രോപ്പർട്ടി പൊസസ് ചെയ്യാൻ പറ്റും, നമുക്കൊരാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ആണ് അല്ലേ. ഇതൊക്കെ നമുക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ലീഗൽ പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ലീഗൽ പേഴ്സണാലിറ്റി നാച്ചുറൽ അല്ലാത്ത ഒരു ക്രിയേഷൻ, ഒരു ആർട്ടിഫിഷ്യൽ ക്രിയേഷൻ. ഈ കമ്പനി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനത്തിന് ഈ ലീഗൽ പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. മനസ്സിലായി? അതുകൊണ്ട് എന്താ ഉണ്ടാവണേ? It becomes an independent corporate personality. കമ്പനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്, സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി മെമ്പേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും ഒക്കെ ഐഡന്റിറ്റിയിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഇവിടെയാണ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻസ് പാർട്ട്ണർഷിപ്പിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത്. പാർട്ട്ണർഷിപ്പിൽ ഇങ്ങനെ ഇല്ല. ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പാർട്ട്നേഴ്സാണ്. പക്ഷെ കമ്പനി എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് അല്ല. Company is an independent corporate personality. മനസ്സിലായോ? ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻസിലെയും മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇന്ത്യൻ കമ്പനി ലോ പ്രകാരം നമുക്ക് വേണമെങ്കിൽ, വളരെ അപൂർവമായിട്ടുള്ള കേസുകളിൽ അങ്ങനെ കാണാറുള്ളൂ, നമുക്ക് വേണമെങ്കിൽ അൺലിമിറ്റഡ് കമ്പനികളും രജിസ്റ്റർ ചെയ്യാം. പക്ഷേ സാധാരണയായിട്ട് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, കമ്പനിക്ക് ഒരു പെർപ്പച്വൽ സക്സഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ, അതായത് കമ്പനിയെ ഒരു നദിയോടൊക്കെയാണ് ആളുകൾ ഉപമിക്കാറ്. നദി ഒഴുകുമ്പോൾ എങ്ങനെയാ? നദിയിൽ വെള്ളം, ഓരോ ദിവസവും വരുന്ന വെള്ളം പുതിയതാണ് അല്ലേ, പക്ഷെ നദി എപ്പോഴും പഴയതാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? നദിയുടെ ഐഡന്റിറ്റിയും ഈ വെള്ളത്തിന്റെ ഐഡന്റിറ്റിയും ഒന്നല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. വെള്ളം വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും, പക്ഷെ നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. കമ്പനികളെ കുറിച്ചും അങ്ങനെയാണ് പറയാറ്. അതായത് കമ്പനിയിലെ മെമ്പർമാർ വരാൻ പോവാം, എല്ലാ മെമ്പർമാരും മരിച്ചു പോയാലും കമ്പനി കണ്ടിന്യൂ ചെയ്യും. കമ്പനിക്ക് പുതിയ മെമ്പർമാരെ എടുക്കാം. കമ്പനിയുടെ എക്സിസ്റ്റൻസ് മെമ്പർമാരുടെ എക്സിസ്റ്റൻസുമായിട്ടോ ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സിസ്റ്റൻസുമായിട്ടോ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. കമ്പനിക്ക് പെർപെച്വൽ ആയിട്ടുള്ള ഒരു സക്സഷൻ ഉണ്ട്. കമ്പനി ജനിച്ചത് നിയമം മൂലമാണ്. കമ്പനിക്ക് മരിക്കണമെങ്കിലും അതൊരു ലീഗൽ പ്രോസസ്സിലൂടെ, അതായത് വൈൻഡിങ് അപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് കമ്പനി ഇല്ലാതെയാക്കാനും പറ്റുള്ളൂ. അല്ലാണ്ട് മെമ്പർമാർ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് കമ്പനിക്കൊന്നും സംഭവിക്കണില്ല. അതാണ് പെർപെച്വൽ സക്സഷൻ. മനസ്സിലായില്ലേ? ഇനിയോ ഹോൾഡ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി. ഒരു കമ്പനിക്ക് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി, അതായത് മെമ്പേഴ്സിന്റെ പേരിലല്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കമ്പനിക്ക് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഉണ്ടാവാം. കമ്പനിക്ക് സ്വന്തം പേരിൽ അത് വിൽക്കാനും വാങ്ങാനും കൈവശം വയ്ക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, കമ്പനി ഒരു ലീഗൽ പേഴ്സണാലിറ്റിയാണ്, അതുകൊണ്ടാണത്. ഓക്കെ, ഇനിയോ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. സാധാരണ കമ്പനികൾ ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനികളാണെങ്കിൽ അത് ഷെയർസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഷെയർ ഹോൾഡർക്ക് അവനവൻ്റെ ഇഷ്ടം പോലെ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ എനിക്ക് ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ കമ്പനിയിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ. സാധാരണ പാർട്ട്ണർഷിപ്പിലൊക്കെ ആണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക, സമ്മതിക്കില്ല, അത് നിയമം മൂലം അനുവദിക്കുന്നില്ല. പക്ഷെ കമ്പനികളിൽ ആ പ്രശ്നമില്ല. ജനറൽ ആയിട്ട് കമ്പനികളിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൽ വ്യത്യാസം ഉണ്ടാവാം. പ്രൈവറ്റ് കമ്പനിയിൽ എത്രത്തോളം പറ്റും, പബ്ലിക് കമ്പനിയിൽ ചിലപ്പോൾ കൂടുതൽ പറ്റുണ്ടാവാം. പക്ഷെ ജനറലി ഷെയർസ് ട്രാൻസ്ഫറബിൾ ആണ്. ഓക്കെ, ഇനിയോ കമ്പനികൾ ആർട്ടിഫിഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് കൈയും കാലും തലച്ചോറും ഒന്നുമില്ല. അപ്പൊ അവർക്ക് സൈൻ ചെയ്യാനും പറ്റില്ലല്ലോ. ഒരു കമ്പനിക്ക് സൈൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ആരാണ് കമ്പനിക്ക് വേണ്ടി സൈൻ ചെയ്യുക? സാധാരണ ഡയറക്ടർമാര്, CEO അങ്ങനെയുള്ളവരൊക്കെ, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ, അവരൊക്കെ കമ്പനിക്ക് വേണ്ടി സൈൻ ചെയ്യും. പക്ഷേ കമ്പനി സൈൻ ചെയ്തതായിട്ട് കണക്കാക്കണമെങ്കിൽ കമ്പനിയുടെ കോമൺ സീൽ ഉണ്ടാവണം. പറയുക അങ്ങനെയാണ്, കോമൺ സീൽ ഇസ് കൺസിഡേർഡ് ആസ് കമ്പനീസ് സിഗ്നേച്ചർ. ഓക്കെ, ഇനി സൂ ആൻഡ് ബി സൂഡ്, അതായത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്,
അതുകൊണ്ട് കമ്പനിക്ക് ഒരാളുടെ പേരിൽ കേസ് കൊടുക്കാനും പറ്റും, കമ്പനിക്കെതിരെ വേറൊരാൾക്ക് കേസ് കൊടുക്കാനും പറ്റും. അതായത് കമ്പനിക്ക് ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ട് കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാം, കമ്പനി മറ്റൊരാളുടെ പേരിലും കേസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് കുറച്ച് കേസ് ലോസിലേക്ക് നോക്കാം. കേസ് ലോ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോസ്. ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ലോ കമ്പനീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് സാലമൻ വേഴ്സസ് സാലമൻ. അത് 1897 തീരുമാനിച്ച വളരെ പഴയ ഒരു കേസാണ്. ഈ കേസിൽ എന്താ ഉണ്ടായത് വെച്ചാൽ, ഈ സാലമൻ എന്ന് പറയുന്ന ആള് സ്വന്തം ബിസിനസ് സാലമൻ കമ്പനിക്ക് വിറ്റു. സാലമൻ കമ്പനിയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, എത്ര ആളുണ്ടായിരുന്നു? 7 ആളുണ്ടായിരുന്നു. സാലമൻ, അയാളുടെ ഭാര്യ, 5 മക്കൾ. അതായത് സാലമൻ തന്നെ ഉണ്ടാക്കിയ ഒരു കമ്പനിയായിരുന്നു. പക്ഷേ ഈ കമ്പനി ഈ ബിസിനസ് വാങ്ങിയപ്പോൾ ഇക്വിറ്റി ഷെയറും കൊടുത്തു, ഡിബഞ്ചേഴ്സും കൊടുത്തു സാലമന്. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കമ്പനി വൗണ്ടപ്പായി. അപ്പോൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ എത്ര അസറ്റ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് എത്ര ലയബിലിറ്റി ഉണ്ട് അതിനനുസരിച്ച് ഈ അസറ്റ് കൊടുത്തു തീർക്കണം. എത്ര അസറ്റ് ഉണ്ടോ അത്ര കൊടുക്കും. ലയബിലിറ്റി കൂടുതലാണെങ്കിലും കൊടുക്കും. എത്ര അസറ്റ് ഉണ്ടോ അത്രയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 7,000 പൗണ്ടിന്റെ ലയബിലിറ്റി ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിന് ഉണ്ടായിരുന്നു. പിന്നെ ഡിബഞ്ചർ ഹോൾഡറുടെ ലയബിലിറ്റി എത്രയാണ്? 10,000 പൗണ്ട്സ്. ഈ ഡിബഞ്ചർ ഹോൾഡർ ആരാണ്? സാലമൻ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ സാലമൻ കമ്പനി പുറത്തുനിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് 7,000 പൗണ്ട്സ്. ഇനി കമ്പനിക്ക് അസറ്റ് എത്ര ഉണ്ടായിരുന്നു? ആകെ കൂടെ 6,000 പൗണ്ട്സ് മാത്രം. അപ്പൊ 6,000 പൗണ്ട് അസറ്റ് ഉള്ള കമ്പനിക്ക് ലയബിലിറ്റി എത്രയുണ്ട്? 10,000 പൗണ്ട് ഉണ്ട് ഡിബഞ്ചർ ഹോൾഡർക്ക് മാത്രം. പിന്നെ പുറത്തുള്ളവർക്ക് 7,000 പൗണ്ടും. അപ്പൊ നമ്മൾ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഡിബഞ്ചർ ഹോൾഡർ ആണല്ലോ. ഡിബഞ്ചർ ഹോൾഡർ ആണ് സെക്യൂർഡ് ക്രെഡിറ്റർ. അതുകൊണ്ട് ഈ 6,000 പൗണ്ട്സ് എൻറ്റയർലി ഈ സാലമന് തന്നെ കൊടുത്തു. ഇതിനെതിരെ അവർ കോടതിയിൽ പോയി. ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സ് കോടതിയിൽ പോയെങ്കിലും കോടതി പറഞ്ഞത് ഇതാണ്, അതായത് ആരാണ് മെമ്പർ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ഒരിക്കൽ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റിയാണ്. അതുകൊണ്ട് കമ്പനിയുടെ പിന്നിൽ ആരാണ് എന്നത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. 1897 ഉണ്ടായ ആ റൂള് റീട്രേറ്റ് ചെയ്തു. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് ശേഷം 1961 ലീ വേഴ്സസ് ലീ സമാനമായിട്ടൊരു സാഹചര്യമായിരുന്നു. ഇവിടെ ഈ ലീ എന്ന് പറയുന്ന ആള് ഒരു എയർവേസ് കമ്പനി ഉണ്ടാക്കുകയും അയാൾ സ്വയം ആ കമ്പനിയുടെ സിഇഒ ആയിട്ടും പിന്നെ ചീഫ് പൈലറ്റ് ആയിട്ടും ഒക്കെ സ്വയം അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ഒരു എയർ ക്രാഷിൽ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കമ്പനി ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്, അതായത് എംപ്ലോയി ഡൈഡ് ഇൻ സർവീസ്, അതിൽ ഫുൾ കോമ്പൻസേഷനും കൊടുത്തു. അപ്പൊ കോടതിയിൽ ചലഞ്ച് ചെയ്തപ്പോൾ കോടതി പറഞ്ഞത് എന്താ വെച്ചാൽ, കമ്പനിയെ മാത്രമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, കമ്പനിക്ക് പിറകിലുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ല. അതായത് മെമ്പറുടെ ഐഡന്റിറ്റിയും കമ്പനിയുടെ ഐഡന്റിറ്റിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിയമം അങ്ങനെയാണ്. അതായത് കമ്പനി ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് പേഴ്സണാലിറ്റി, ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, ഇനി ഒരു ഇന്ത്യൻ കേസിലോ പറയാം. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ വേഴ്സസ് CTO എന്നുള്ള കേസിൽ സെപ്പറേറ്റ് പേഴ്സണാലിറ്റിയെ കുറിച്ചല്ല, പക്ഷെ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ച് തന്നെയായിരുന്നു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്, പക്ഷേ കമ്പനി ഒരിക്കലും ഒരു നാച്ചുറൽ പേഴ്സൺ ആവണില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് സിറ്റിസൺഷിപ്പ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ഇന്ത്യൻ സിറ്റിസണായി പരിഗണിക്കപ്പെടുകയില്ല. മറിച്ച് അത് ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതിനെ ഇന്ത്യൻ കമ്പനി എന്ന് വിളിക്കാം, പക്ഷേ സിറ്റിസണായി അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ 3 കേസുകളും പ്രധാനമാണ്. അതായത് ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അങ്ങനെ അതിനെക്കുറിച്ച് എന്താണ് കോടതികൾ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ. അപ്പോൾ ബേസിക് ആയിട്ട് കമ്പനി എന്താണ്, കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് മനസ്സിലായില്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഈ കമ്പനീസ് ആക്ടിൽ തന്നെയുള്ള മറ്റു വിഷയങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ. നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ
അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടണം. I'll be happy to help.